ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പോലിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ ആ ഏ ഓ ആ ഏ ഓ ഈ പാട്ട് ഞാൻ പാടിയപ്പോ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ പറഞ്ഞു ഒരു കൈതോല കൈതോല കൈതോല. ഞാനും വിചാരിച്ചു എന്റെ പടച്ചോനെ എന്റെ തമ്പുരാനെ ഇവരെന്താ എന്നിങ്ങനെ കുറ്റം പറയുന്നത്. പക്ഷെ ഞാൻ വീണ്ടും ചെല്ലുമ്പോ അമ്മമാര് പറയും കൈതോല പാടും കൈതോലപ്പായ. കുറെ ദിവസം കഴിഞ്ഞപ്പോഴല്ലേ ഇതെന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നതെന്ന് മനസ്സിലായത്. കൈതോലപ്പായക്കകത്താണ് പൈസ കടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാനിത് പാടുമ്പോൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഞെങ്ങാനും കൈതോല ചോദിച്ച് ആരെങ്കിലും നേരത്തെ വരുമോന്നുണ്ടായിരുന്നു. ഇപ്പൊ അതും മനസ്സിലായി. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കാരിങ്കാറിൻ പോര പറിച്ചാട്ടെ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കാരിങ്കാറിൻ പോര പറിച്ചാട്ടെ. തക തക താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തകത്തകതിനന്തകത്തകതിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പാട്ട് പാടുന്ന എന്നെ കുറ്റം പറഞ്ഞ് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് നിങ്ങളിപ്പോ 4 കുറ്റം പറഞ്ഞാലും ഞാൻ എന്റെ പാട്ടൊന്നും നിർത്താൻ പോകുന്നില്ല എന്നുള്ളതും കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. വേണമെങ്കിൽ ഞങ്ങൾക്കും കൂടി വേണമെങ്കിൽ ഒരു പാട്ട് പാടിത്തരും. പൊന്നരിവാളമ്പിളിയില് കണ്ണറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലില് വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളമ്പിളിയില് കണ്ണറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലില് വാടി നിൽക്കുന്നോളെ. അല്ലേ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ടാവും. ഇന്ന സ്വന്തം ആൾക്കാരാണ്. നിങ്ങൾ നോക്കൊന്നും വേണ്ട. ആലത്തൂരിലെ കിട്ടിയ വോട്ടുകളിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. യോഗത്തിന്റെ അധ്യക്ഷൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നദീർക്ക, സ്വാഗതം പറഞ്ഞ ബഷീർക്ക, ബ്ലോക്ക് പ്രസിഡന്റ് സാബുവേട്ടൻ, വേദിയിലിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, സദസ്സിലിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, നേതാക്കന്മാർ, ഏറ്റവും പ്രിയങ്കരിയായിരിക്കുന്ന നമ്മുടെയൊക്കെ ഈ പ്രദേശത്തെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി കൂടിയായ പ്രിയങ്കരിയായ നസിയ മർസൂഖ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു വലിയ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക്, കൊമ്പത്തുകടവ് ഡിവിഷനിലേക്ക് ഈ 30-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിക്കൊണ്ട് എല്ലാവരുടെയും അരികിൽ ഏത് സമയത്തും വിളിച്ചാൽ ഓടിയെത്തുവാൻ സാധിക്കുന്ന ഒരു ജനപ്രതിനിധിയായി ജനങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീമതി നസിയ മർസൂഖ് ആണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും. എനിക്ക് നസിയ താത്തയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കാണുന്ന സമയത്ത് ഞാനും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പാർട്ടിയും മുന്നണിയും ഒക്കെ അവസരം നൽകി ഏറ്റവും നല്ല രീതിയിൽ പരമാവധി കഴിവിൻ്റെ പരമാവധി ആ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനിടയിലാണ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ പാർട്ടി ഒരു അവസരം നൽകിയത്. ഇപ്പൊ നസിയ താത്തയെ എനിക്ക് കാണുന്ന സമയത്ത് ഒരു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് കയറി ചെല്ലാൻ പറ്റുന്ന എല്ലാ വാർഡിലെയും എല്ലാ വീടുകളും കയറി ചെന്നുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഊർജ്ജസ്വലമായിട്ട് ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഓരോ വീടുകളിലും എത്തുന്നത്. അവര് നേരിട്ട് കണ്ട് സംസാരിച്ച് ചോദിക്കാൻ പറ്റുന്ന വോട്ട്, വീട്ടിൽ ചെന്ന് വീടിന് അടുക്കളയിൽ ഇരിക്കുന്ന അമ്മമാരോട് ഉമ്മമാരോട് നേരിട്ട് ചോദിച്ച് മേടിക്കുവാൻ പറ്റുന്ന വോട്ട്,
അതെല്ലാം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ, ഒരു മുൻകാല KSUവിന്റെ പ്രവർത്തക ഭാരവാഹി എന്നുള്ള രീതിയിൽ, ഒരു കോൺഗ്രസിന്റെ കുടുംബാംഗം എന്നുള്ള രീതിയിൽ, പൊതുപ്രവർത്തനം മാതൃകയാക്കിയ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി എന്നുള്ള രീതിയിൽ അവരുടെ പ്രവർത്തനവും ഈ നാട്ടിൽ മഹിളാ കോൺഗ്രസിന്റെയും കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പിലുമൊക്കെ ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിച്ച നസിയ മർസൂഖിനെ പരിചയപ്പെടുത്തലിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളത് ഞാൻ വരുന്ന സമയങ്ങളിൽ മനസ്സിലാക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാ വീടുകളിലും കയറി ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായിരിക്കുന്നവർക്കറിയാം, ഏതൊരു വീട്ടിന്റെ ഉമ്മറത്തെത്തുമ്പോഴും മുറ്റത്തെത്തുമ്പോഴും വീട്ടിലൊരു പ്രായമായ ഒരു അമ്മയോ അമ്മൂമ്മയോ ഉണ്ടെങ്കിൽ ആദ്യം ചോദിക്കുക, മോളെ എൻ്റെ പെൻഷന്റെ കാര്യം എന്തായി? അത് കഴിഞ്ഞ് അടുത്ത അമ്മയുടെ പറച്ചിൽ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ മോളെ നല്ല സുന്ദരമായിട്ട് എനിക്ക് പെൻഷനൊക്കെ കിട്ടി, കൊച്ചുമക്കള് പെരുന്നാളിനും ഓണത്തിനും വിഷുവിനും ഒക്കെ വീട്ടിലേക്ക് ഓടിക്കയറി വരുമ്പോൾ അവർക്കൊരു ഓണക്കോടി മേടിക്കാൻ, അവർക്കൊരു പെരുന്നാൾ കോടി മേടിക്കാൻ, കയ്യിൽ വെച്ചു കൊടുക്കുവാൻ ഒരു ചെറിയ തുകയെങ്കിലും ഉണ്ടായിരുന്നു മോളെ. ഇന്നത് കിട്ടാനില്ല, എനിക്കത് എത്തിക്കുവാൻ അല്ലെങ്കിൽ ലഭ്യമാക്കാൻ എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ എന്ന് ചോദിക്കുന്ന അമ്മമാരാണ് വീട്ടിന്റെ ഉമ്മറത്തെ പ്രായമായ അമ്മമാരും സത്യമല്ലേ? അല്ലെ? ഇവിടെ 18 വർഷമായിരിക്കുന്ന പഞ്ചായത്ത് മെമ്പറുണ്ട്. എന്ത് സുന്ദരമായിരിക്കുന്ന കാലഘട്ടം, എത്ര ആളുകൾക്ക്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു വിധവയായിരിക്കുന്ന ഒരു അമ്മയെ സംബന്ധിച്ച് അവർക്ക് വാർദ്ധക്യകാല പെൻഷൻ കൂടി കൊടുത്തിരുന്ന ഒരു കാലഘട്ടം. ഒരു കുഴമ്പ് മേടിക്കാനോ, മകളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ പ്രസവാനന്തര ശുശ്രൂഷയുമായി മകള് വീട്ടിലിരിക്കുന്ന സമയത്ത് അവക്കൊരു കഷായം മേടിക്കുവാനുമൊക്കെ അമ്മൂമ്മയ്ക്കും അമ്മൂമ്മയുടെയും കയ്യിലുണ്ടായിരിക്കുന്ന മിച്ചം പിടിക്കുന്ന ഒരു തുക ഇന്ന് അവരുടെ കയ്യിൽ ആ തുക സമ്പാദിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. അവരേറ്റവും വലിയ വിഷമത്തിലാണ്. അവര് മുഴുവൻ കാത്തിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം, ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരണം, ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ തെരുവുകളിലൂടെ നടക്കുന്ന നേതാവ്, അത് കോൺഗ്രസിന്റെ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം അത് നയിക്കുമ്പോൾ അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമേ സാധിക്കൂ എന്ന് തെളിയിക്കുന്ന കാലഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ സുവർണ കാലഘട്ടത്തിലേക്ക് വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സമയം, ജനങ്ങൾ വോട്ട് ചെയ്യുവാൻ തയ്യാറെടുത്ത് കാത്തു നിൽക്കുന്ന സമയം, അവർക്കരികിലേക്ക് നമ്മൾ ചെന്ന് ചോദിക്കുന്ന ഓരോ വോട്ടും, അവരുടെ കൈപിടിച്ച് ചോദിക്കുന്ന ഒരു വോട്ട്, അത് വീട്ടിനടുക്കളയിലാകട്ടെ, ഒരു പക്ഷേ പാടത്ത് പുല്ലരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെ കൈ പിടിച്ച് ചോദിക്കുന്ന വോട്ട്, അത് ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അത് നമ്മുടെ പ്രിയങ്കരിയായിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ കൈപ്പത്തി അടയാളത്തിനുള്ള വോട്ടാണ്. ആ വോട്ട് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അല്പസ്വല്പം രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയാന്ന് കരുതുമ്പം ആ അമ്മമാരും ആ സഹോദരന്മാരും ഇങ്ങോട്ട് രാഷ്ട്രീയം പറയും. ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു അമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, എന്റെ മകള് നീറ്റ് പരീക്ഷ എഴുതുമ്പം എനിക്ക് വലിയ സന്തോഷമായിരുന്നു, അവൾ ആ നീറ്റ് പരീക്ഷ ഒന്ന് ജയിച്ചു കിട്ടിയല്ലേ, ഗവേഷണത്തിനൊക്കെ പോകുന്ന നെറ്റ് എഴുതുന്ന എത്രയോ കുട്ടികളുണ്ട്, ഇപ്പൊ എന്റെ മനസ്സ് മുഴുവൻ നീറ്റലായി മോളെ. കാരണം ചോദ്യ പേപ്പർ ചോർത്തിക്കൊടുത്ത് അമ്മമാരുടെ മനസ്സ് മുഴുവൻ പരീക്ഷ നീറ്റ് എക്സാം എഴുതിയ കുട്ടികളെക്കാൾ നീറ്റൽ നീറിക്കൊണ്ടിരിക്കുകയാണ് അമ്മമാരുടെ മനസ്സ്. അപ്പോൾ യുവാക്കൾക്കും രക്ഷയില്ല, കുഞ്ഞുങ്ങൾക്ക്, പെൺകുട്ടികൾക്ക്, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങള് പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾക്കും ഈ കേരളത്തിൽ ഇന്ത്യയിൽ സ്വസ്ഥതയില്ല. തൊഴിലെടുത്ത് ജീവിക്കാമെന്ന് കരുതിയിട്ടുണ്ട് എങ്കിൽ കൃത്യമായി ശമ്പളം ലഭ്യമാകുന്ന ഒരു തൊഴിൽ കിട്ടാത്തത് കൊണ്ട് വിദേശത്തേക്ക് സ്വന്തം അച്ഛനെയും അമ്മയെയും നോക്കുന്നതിന് വേണ്ടി, കുടുംബത്തിനെ സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതം കൊടുക്കുന്നതിന് വേണ്ടി വിദേശങ്ങളിലേക്ക് നാട് കടത്തപ്പെടുന്ന യുവാക്കൾക്കും ഒരു രക്ഷയില്ലാതെ പോകുന്ന ഒരു രാജ്യവും സംസ്ഥാനവുമായി നമ്മുടെ കേരളവും ഇന്ത്യയും വഴിമാറിപ്പോവുക. ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് വരുന്ന ഒരു സമയത്താണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സാബു ചേട്ടനോട് സംസാരിച്ചപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കുവാൻ കഴിഞ്ഞ ഒരു ഡിവിഷൻ കൂടിയാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ. ആ പിന്തുണ നമുക്കുള്ളതാണ്. എന്തിനു വേണ്ടിയുള്ളതാണ്?
എന്തിനു വേണ്ടിയുള്ളതാണ്? രാഹുൽ ഗാന്ധി നയിച്ച ഒരു പോരാട്ടമുണ്ട്. ഞാനൊരു വിശ്വാസിയാണ്. ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ചു വളർന്ന് വിശ്വസിച്ച് എന്റെ അമ്മൂമ്മ സന്ധ്യയ്ക്ക് നാമം ജപിക്കണമെന്ന് പഠിപ്പിച്ച് ആ സന്ധ്യയ്ക്ക് കൈകാൽ കഴുകി ശരീരശുദ്ധി വരുത്തി നാമം ജപിക്കണമെന്ന് പഠിപ്പിച്ച് വളർന്ന ഒരു വീട്ടിലെ ഒരു അംഗമാണ്. അതേസമയം അമ്മൂമ്മ പറയും, വിശ്വാസിയായ അമ്മൂമ്മ പറയും, സന്ധ്യയ്ക്ക് ഒളിവെടുത്ത് നിസ്കരിക്കാൻ പോകുന്ന അടുത്ത വീട്ടിലെ ആയിഷാത്ത നിസ്കാരപ്പായയിലേക്ക് പോകുമ്പം ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ഇടങ്ങേറുണ്ടാക്കരുത് എന്ന് പറയുന്ന എന്റെ അമ്മൂമ്മ. സന്ധ്യയ്ക്ക് കുരിശു വരയ്ക്കുമ്പോൾ അന്നാമച്ചേടത്തിയുടെ അവിടെ പോയി ബഹളം വയ്ക്കരുത് എന്ന് പറയുന്ന അമ്മൂമ്മ പറയും. അവരുടെ വിശ്വാസം കൂടി, ആ വിശ്വാസിയുടെ വിശ്വാസം സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന രാജ്യത്തിന്റെ പേര് ഇന്ത്യയാണ്. ആ ഇന്ത്യയുടെ അടിത്തറ എന്തെന്ന് ചോദിച്ചാൽ അത് മതേതരത്വം കൊണ്ടും ജനാധിപത്യം കൊണ്ടും പണിതതാണ് ഇന്ത്യ രാജ്യം. അതുകൊണ്ട് ഏതൊരു വിശ്വാസിയുടെയും വിശ്വാസം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് ഒരു നല്ല പൊതുപ്രവർത്തകയായി മാറാൻ സാധിക്കുക. രാഹുൽ ഗാന്ധി തെരുവുകളിലൂടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടക്കുമ്പോൾ വർക്ക്ഷോപ്പിൽ തൊഴിലെടുക്കുന്ന, ആ വർക്ക്ഷോപ്പിലെ മുഴുവൻ അഴുക്കുകളും പൊടികളും ആയിരിക്കുന്ന വസ്ത്രം ധരിച്ചെത്തുന്ന ആ വർക്ക്ഷോപ്പിലെ തൊഴിലെടുക്കുന്ന തൊഴിലാളിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ കഴിയുന്ന രാഹുൽ ഗാന്ധി നമ്മുടെ കേരളത്തിന്റെ മണ്ണിലൂടെ നടന്നുപോയി കർണാടക കടന്ന് അങ്ങ് കാശ്മീരിലേക്ക് നടന്നു പോകുമ്പോൾ പാടവരമ്പിൽ പാടത്ത് ചളിയിൽ കുതിർന്ന് മഴയത്ത് നിൽക്കുന്ന ഒരമ്മ ഓടി വന്ന ഒരു വിഷയം പറയുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാകുന്ന ആ അമ്മയെ ചേർത്ത് പിടിക്കുന്ന നേതാവ് രാഹുൽ ഗാന്ധി. അങ്കണവാടി ജീവനക്കാരുടെ, ആശാ വർക്കർമാരുടെ ശമ്പളം ഞങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ICDS എന്ന് പറയുന്ന സംവിധാനം തുടങ്ങി. പക്ഷെ നാളിതുവരെ മുന്നോട്ട് പോകുമ്പോൾ കോവിഡിന്റെ കാലഘട്ടങ്ങളിൽ മുൻനിര പോരാളികളായി പോലും പ്രവർത്തിച്ച ഞങ്ങളുടെ ശമ്പള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നാളിതുവരെ ഒരാളും അതിനൊരു തുടക്കം പോലും ഏറ്റെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അങ്കണവാടി ടീച്ചർമാരും ആശാ വർക്കർമാരും ചെന്ന് അടുത്തേക്ക് ഓടി വരുമ്പോൾ ചേർത്ത് പിടിക്കുന്ന നേതാവ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്ത് തുറന്ന കടയുടെ പേര് അതും ഒരു സ്നേഹത്തിന്റെ കടയാണ്. ആ സ്നേഹവും മതേതരത്വവും മുറുകെ പിടിക്കുന്ന രീതിയിൽ ഈ രാജ്യത്തിൽ നിന്ന് മതേതരത്വത്തിനെ തുടച്ചു നീക്കുവാൻ വർഗീയ ശക്തികൾ ലാക്കുകൂട്ടുമ്പോൾ അവരെ ഇന്ത്യ രാജ്യത്ത് നിന്ന് തന്നെ അടിച്ചോടിക്കുക എന്നുള്ള ലക്ഷ്യവുമായി രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും കൊണ്ട് പണിത ഇന്ത്യയുടെ ആ മതേതരത്വവും ഐക്യവും നിലനിർത്തുവാൻ പോരാടുന്ന നേതാവ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്, ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ആ ജനങ്ങളുടെ അരികിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയങ്ങളിൽ നമ്മളെക്കാൾ അറിവുള്ളവർ, നമ്മളെക്കാൾ പത്രങ്ങൾ വായിക്കുന്നവർ, നമ്മളെക്കാൾ മാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെ വാർത്തകൾ കണ്ട് ചർച്ചയും സംവാദവും നടക്കുമ്പോൾ അത് കേട്ട് പഠിച്ച് വിലയിരുത്തിക്കൊണ്ട് കോൺഗ്രസ് ആണ് ശരി, കോൺഗ്രസിനോടൊപ്പം ഈ രാജ്യത്തിന്റെ മതേതരത്വം തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന തിരിച്ചറിഞ്ഞ ആളുകളുടെ മുൻപിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമുക്ക് ആ മതേതരത്വം വീണ്ടെടുക്കണം. നമ്മൾ ആരും സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ബെഞ്ചിൽ ഇരിക്കുന്നവന്റെ ജാതി ചോദിച്ചിട്ടില്ല, അവന്റെ രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല. നമ്മളെല്ലാവരും ചോദിച്ചത്, നമ്മുടെ അപ്പനും അപ്പൂപ്പനും പറഞ്ഞു തന്നത്, തന്റെ ക്ലാസ് റൂമിൽ തന്റെ ബെഞ്ചിലിരിക്കുന്ന തന്റെ സഹപാഠി തലേ ദിവസം ഭക്ഷണം രാത്രി കഴിച്ചിട്ടുണ്ടോ, കാലത്ത് വല്ല പ്രഭാത ഭക്ഷണവും കഴിച്ചിട്ടാണോ, അതോ വിശന്നിട്ടാണോ, പട്ടിണി കിടന്നിട്ടാണോ അവൻ തന്റെ ബെഞ്ചിൽ വന്നിരിക്കുന്നത് എന്ന് അന്വേഷിക്കുവാനാണ് നമ്മളെ പഠിപ്പിച്ചത്. തനിക്കൊരു 4-5 നോട്ട് പുസ്തകം അമ്മാവന്മാർ വാങ്ങിത്തരുമ്പോൾ ആ 5-6 പുസ്തകം വെച്ച് നമ്മളൊരു ബെഞ്ചിലിരിക്കുമ്പോൾ തൊട്ടടുത്ത തന്റെ സഹപാഠിയുടെ കൈകളിൽ ഒരു നോട്ട് പുസ്തകത്തിനകത്ത് മലയാളവും ഇംഗ്ലീഷും ബയോളജിയും ഹിസ്റ്ററിയും എഴുതുന്നുണ്ട് എങ്കിൽ അവനൊരു നോട്ട് പുസ്തകം കൂടി കൊടുക്കുന്ന രീതിയിൽ മനസ്സുണ്ടാകുന്ന ഒരു മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യ സ്നേഹിയായി നമ്മൾ വളരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളെ സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിപ്പിച്ചത്. ഓണം വന്നാൽ ദേ എന്റെ വീട്ടിലാണ് കേട്ടോ ഓണം ആഘോഷിക്കുന്നത്,
പെരുന്നാൾ വരുമ്പോൾ മായിഷാത്തയുടെ വീട്ടിൽ ആഘോഷിക്കുന്നു, ക്രിസ്മസ് വരുമ്പോൾ അന്നമ്മ ചേർത്തിയുടെ വീട്ടിൽ ആഘോഷിക്കുന്നു. ഒരുമിച്ച് പങ്കിട്ട് ഉള്ള ഭക്ഷണം എല്ലാവരും പങ്കിട്ട് കഴിച്ചിരുന്ന ആ സുവർണ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന മതേതരത്വ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിൽ ആ ദേശീയ പതാക ഉയർത്തുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി 47 ലോക രാജ്യങ്ങളുടെ തലവന്മാർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു, ഈ രാജ്യം അധികകാലം നീണ്ടുപോവുകയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ വ്യത്യസ്തമായിരിക്കുന്ന മതങ്ങൾ, വ്യത്യസ്തമായിരിക്കുന്ന ആചാരങ്ങൾ, വ്യത്യസ്തമായിരിക്കുന്ന അനുഷ്ഠാനങ്ങളിൽ വ്യത്യസ്ത ഭക്ഷണ രീതി, വ്യത്യസ്ത വസ്ത്രരീതി, അങ്ങനെ പോകുന്ന രാജ്യം അധികകാലം നീണ്ടുപോവുകയില്ല എന്ന് പുച്ഛിച്ചുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്തു നോക്കി പറഞ്ഞ ആളുകളുടെ മുൻപിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തല ഉയർത്തി നിന്നുകൊണ്ട് പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇന്ത്യ രാജ്യത്തിന് അടിത്തറ പാകിയത് മതേതരത്വം കൊണ്ടും ജനാധിപത്യം കൊണ്ടുമാണ്. വൈവിധ്യം നിറഞ്ഞ ഇന്ത്യ രാജ്യം, വ്യത്യസ്തമായിരിക്കുന്ന വസ്ത്രരീതിയുള്ള ഓരോ സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ, ആ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ വസ്ത്രരീതികളിൽ വ്യത്യാസമുണ്ട്, കഴിക്കുന്ന ഭക്ഷണ രീതികളിൽ വ്യത്യാസമുണ്ട്, ആഘോഷങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇതൊക്കെ ആഘോഷിക്കുകയും ഇതൊക്കെ കൊണ്ടാടുകയും ചെയ്യുന്ന വൈവിധ്യമാർന്നിരിക്കുന്ന ആ ഇന്ത്യയെ ഒരു കുടക്കീഴിൽ മതേതരത്വം കൊണ്ടും ജനാധിപത്യം കൊണ്ടും ഒരു വീടിന് ഒരച്ഛനും അമ്മയും എങ്ങനെയാണോ ഒരു കുടുംബത്തിന് തറക്കല്ലിടുന്നത്, ഒരു വീടിന് തറക്കല്ലിടുന്ന പോലെ അടിത്തറ പാകിയ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, ആ രാജ്യം ഇന്ന് എത്തി നിൽക്കുന്നത് സ്വാതന്ത്ര്യം 75 വർഷം നേടി പിന്നിട്ടിട്ടും ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഈ മതേതരത്വവും ജനാധിപത്യവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് കാണുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരു കൂട്ടം വിഷവർഗീയതയുടെ നാമ്പുകളാണ് അവിടെ ഭിന്നിപ്പുണ്ടാക്കുവാൻ ശ്രമിക്കുന്നത്. അത് ക്ലാസ് റൂമിലേക്ക് വരുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന ആചാരങ്ങളിലേക്ക് വരുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും വർഗീയത കൊണ്ട് വിളമ്പുവാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ശക്തികളുണ്ട്. പക്ഷേ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു, ബ്രിട്ടീഷുകാരന്റെ തോക്കിന് മുൻപിൽ, പീരങ്കിപ്പടയ്ക്ക് മുൻപിൽ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് സ്വാതന്ത്ര്യം നേടിയെടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എങ്കിൽ ഈ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ തെരുവിൽ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ജീവൻ കൊടുക്കാൻ തയ്യാറാവുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയോടൊപ്പം സ്നേഹത്തിന്റെ കട തുറന്നുകൊണ്ട് ഈ ലോകമെമ്പാടുമുള്ള മലയാളികളെ പോലും, ലോകമെമ്പാടുമുള്ള വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിദേശത്തും സ്വദേശത്തുമായി വിവിധ ജോലികളിൽ വ്യാപൃതരായിരിക്കുന്ന ആളുകളുടെ മനസ്സുകളിലൂടെ, ചിന്തയിലൂടെ കടന്നു പോവുകയാണ്. ഈ രാജ്യത്തിന്റെ അടിത്തറ മതേതരത്വമല്ലേ? അത് തകർക്കുവാൻ ശ്രമിക്കുന്ന ശക്തികൾ ആര്? നമ്മൾ ഒരുമിച്ച് നടക്കുന്ന ആ സന്തോഷവും ആ ഓണാഘോഷവും ആ ക്രിസ്മസും ഈദും പെരുന്നാളും എല്ലാം നമുക്കൊരുമിച്ച് തന്നെ ആഘോഷിക്കണ്ടേ? ആരാണ് അതിന് പിന്നിൽ വന്ന് ഭിന്നിപ്പുണ്ടാക്കുന്നവർ? അവരോട് കടക്ക് പുറത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് സ്ഥാനമില്ല, പടിക്ക് പുറത്താണ് നിങ്ങളുടെ സ്ഥാനമെന്ന് പറയുവാൻ ജനങ്ങൾ കാത്തിരിക്കുക. ബ്രിട്ടീഷുകാരനോട് പോരാടുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ അഹിംസയും സത്യാഗ്രഹവുമായിരുന്നു. വക്കീൽ പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് തിരികെ എത്തിയ ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു വളർന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വക്കീൽ പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലെത്തിയപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം സന്ദർശിച്ചപ്പോൾ രക്തം തളം കെട്ടിക്കിടക്കുന്നത് കണ്ടു. പീരങ്കിപ്പടയ്ക്ക് മുൻപിലൂടെ, വെടിയുണ്ടകൾക്ക് മുൻപിലൂടെ തന്റെ കുഞ്ഞിനെങ്കിലും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി മാറോടടുക്കി പിടിച്ചോടുന്നതിനിടയിൽ കിണറ്റിലേക്ക് എടുത്തു ചാടി മരണപ്പെട്ടു പോയിരിക്കുന്ന അമ്മമാരെ കണ്ടു. രക്തം തളം കെട്ടിക്കിടക്കുന്നത് കണ്ടപ്പോൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന വക്കീൽ പഠനം പൂർത്തിയായ മനുഷ്യൻ തന്റെ ജീവിത ലക്ഷ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് കടന്നു വരികയാണ്. മോത്തിലാൽ നെഹ്റുവിനോടൊപ്പം, ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം, വല്ലഭായ് പട്ടേലിനോടൊപ്പം, രവീന്ദ്രനാഥ ടാഗോറിനോടൊപ്പം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടുവാൻ
മുഖ്യധാരയിലേക്ക് ഇറങ്ങി വന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മഹാത്മാഗാന്ധി, കൊച്ചു കുഞ്ഞുങ്ങൾ ബാപ്പുജി എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധി സബർമതി ആശ്രമത്തിൽ നിന്ന് കോൺഗ്രസ് ബ്രിട്ടീഷുകാരനോട് യുദ്ധം ചെയ്യുവാനുള്ള ഒരു സമരമുറയ്ക്ക് നേതൃത്വം കൊടുത്തു. ആ സമരത്തിന് ഒരു ആയുധവും കണ്ടെത്തി. എന്തായിരുന്നു ആയുധം? തീരദേശ മേഖലകൾ, കടൽ വെള്ളം, കടലോര പ്രദേശങ്ങളിൽ അങ്ങ് ഇടപഴകി ചേർന്ന് കിടക്കുന്ന ഇന്ത്യയുടെ സമുദ്രാതിർത്തികളിൽ സുലഭമായി ലഭിക്കുന്ന ഉപ്പിനെ ബ്രിട്ടീഷുകാരൻ കള്ള നിയമമുണ്ടാക്കി കള്ള നികുതി ചുമത്തിയപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു, സമരം പ്രഖ്യാപിച്ചു. എന്താണ് ആയുധം? ഉപ്പായിരുന്നു. സബർമതി ആശ്രമത്തിൽ നിന്ന് മഹാത്മാഗാന്ധി ഉൾപ്പെടെ 79 അംഗങ്ങൾ ദണ്ഡി കടപ്പുറത്തേക്ക് പദയാത്ര നടക്കാൻ ആരംഭിക്കാൻ തയ്യാറെടുത്തപ്പോൾ ഗാന്ധിയും അനുയായികളും കരുതി ഈ പദയാത്രയിൽ അനുഗമിക്കാൻ പോകുന്നത് 79 അംഗങ്ങളായിരിക്കും. ഗാന്ധിയുടെ ചിന്ത തെറ്റിച്ചുകൊണ്ട് സബർമതി ആശ്രമത്തിൽ 2 ദിവസം മുൻപേ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. അമ്മമാർ, വന്ധ്യവയോജനങ്ങൾ, ഗർഭിണികളായിരിക്കുന്ന സഹോദരിമാർ, കൊച്ചു കുഞ്ഞുങ്ങളെ കൈപിടിച്ച അമ്മയും മുത്തശ്ശിയും അമ്മൂമ്മമാരും അടക്കം ആ പദയാത്രയിലേക്ക് ഓടി വന്നത് എണ്ണിയാൽ ഒടുങ്ങാത്ത അംഗങ്ങളുമായി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ആ യാത്ര ആരംഭിക്കുന്നു. ഒരമ്മ ഏറ്റുപാടി, രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം എന്ന് തുടങ്ങുന്ന ഗീതം ഏറ്റുപാടിക്കൊണ്ട് ചുട്ടുപൊള്ളുന്ന മണലിലൂടെ ദണ്ഡി കടപ്പുറത്ത് ചെന്ന് ഗാന്ധിജിയും അനുയായികളും ഉപ്പ് കുറുക്കി. ആ കുറുക്കിയെടുത്ത ഉപ്പ് തരികൾ വാരിയെടുത്ത് മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരനോടായിട്ട് പറഞ്ഞു, എന്റെ മുഷ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് തകർക്കുവാൻ സാധിച്ചേക്കും, പക്ഷേ എന്റെ കൈക്കുള്ളിൽ ഇരിക്കുന്ന ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. വീട്ടിനകത്തിരിക്കുന്ന അമ്മമാർ പോലും ഉപ്പെന്ന് പറയുന്ന ആയുധവുമായി ബ്രിട്ടീഷുകാരനോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി വന്ന ഇന്ത്യയുടെ പാരമ്പര്യം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്ര താളുകളിൽ എഴുതി ചേർക്കപ്പെട്ട ദണ്ഡി യാത്ര നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ മഹാത്മാഗാന്ധി ഡൽഹിയിൽ സർദാർ വല്ലഭായ് പട്ടേലിനോടൊപ്പം ഒരു യോഗത്തിൽ സംസാരിച്ച് തന്റെ ദൈനംദിനമായി നടന്ന പ്രാർത്ഥനാ ഇരിപ്പിടത്തിലേക്ക് നടന്നു പോകാൻ സമയമൽപ്പം താമസിച്ചു പോയപ്പോൾ ആൾക്കൂട്ടത്തിന് നടുവിലൂടെ തന്റെ ഇരിപ്പിടം ലക്ഷ്യമാക്കി നടന്നു വന്ന ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർത്തു നാഥുറാം വിനായക് ഗോഡ്സെ. കോടതി മുറിക്കുള്ളിലെത്തിയപ്പോൾ സത്യവാചകം ചൊല്ലി. ഗോഡ്സെ പറഞ്ഞ വാചകം ഇപ്രകാരമായിരുന്നു: മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നാൽ ഇന്ത്യയുടെ മതേതരത്വം മുറുകെ പിടിക്കുന്ന പ്രവർത്തനങ്ങളുമായി മതേതരത്വത്തിന് വേണ്ടി ഗാന്ധിജി നേതൃത്വം കൊടുക്കും. അതുകൊണ്ട് ഞാൻ അയാളെ വധിച്ചു. നിങ്ങൾ ആലോചിക്കണം, ഈ രാജ്യത്തിന് ജീവൻ കൊടുത്ത ധീര രക്തസാക്ഷികളുള്ള പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് സഖാവ് പിണറായി വിജയന്റെ പാർട്ടിയല്ല, നരേന്ദ്രമോദിയുടെ പാർട്ടിയല്ല, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അവിടം കൊണ്ടും തീർന്നില്ല. നെഹ്റുവിന് ഏറെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോൾ പണ്ഡിതനും ആനന്ദഭവൻ എന്ന് പറയുന്ന ഭവനത്തിലെ നെഹ്റുവിന്റെ വസതിയിലെ ഏറ്റവും മഹാനായ പണ്ഡിതൻ മുൻഷി മുബാറക് അലി പറഞ്ഞു, എനിക്ക് നെഹ്റുവിന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. രോഗശയ്യയിൽ കിടക്കുമ്പോൾ എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ, നെഹ്റുവിന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണണം. ആ കുഞ്ഞു ജനിച്ചു. ചെവിയിൽ എല്ലാവരും സ്വകാര്യം പറഞ്ഞു. നെഹ്റുവിന് ജനിച്ചത് ഒരു പെൺകുഞ്ഞല്ലേ, കേവലം ഒരു പെൺകുഞ്ഞിന് എന്തു ചെയ്യുവാൻ സാധിക്കും? കേട്ടവർ സ്വകാര്യം പറഞ്ഞു. മുൻഷി മുബാറക് അലി തന്റെ കൈകളിലേക്ക് എത്തിപ്പെട്ട ആ കുഞ്ഞിനെ, കയ്യിലിരിക്കുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നറിയാതെ വാനിലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, നെഹ്റുവിന്റെ പൗത്രൻ ഈ നാടിനെ നയിക്കും, ഈ നാടിനെ ജയിക്കും. രോഗശയ്യയിൽ കിടന്ന മുൻഷി മുബാറക് അലി മരണത്തിന് കീഴടങ്ങി. പിന്നീട് തന്റെ അച്ഛനും മുത്തച്ഛനും വിലങ്ങുവച്ച, ബ്രിട്ടീഷുകാരൻ വിലങ്ങുവച്ചു ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടുകൊണ്ടിരുന്ന ആ ഇന്ദിര പ്രിയദർശിനി എന്ന് പറഞ്ഞ
ഇന്ദു എന്ന് പറയുന്ന മിടുക്കിയായ ആ കൊച്ചു കുഞ്ഞങ്ങനെ വളർന്നു വന്നു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര മുഖത്തിന്റെ ചൂടേറിയ കൈപ്പേറുന്ന വിഷമഘട്ടങ്ങൾ കണ്ടുകൊണ്ട് വളർന്നു വന്ന ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി, ലോകം കണ്ടതിൽ വെച്ച് കരുത്തുറ്റ ഭരണാധികാരിയായി, ഇന്ത്യയുടെ വനിതാ പ്രധാനമന്ത്രിയായി, ഓരോ കുടുംബങ്ങളെയും തന്റെ കുടുംബാംഗമായി കണ്ട ഇന്ദിരാ പ്രിയദർശിനി. അവർക്കരികിലേക്ക് ഒരു ദിവസം പഞ്ചാബിൽ നിന്ന് കുറച്ചാളുകൾ വന്നു. ഞങ്ങൾക്കൊരു രാജ്യം വേണം, ഈ രാജ്യം ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു രാജ്യം നിർമ്മിച്ചു തരണം. സ്വീകരണ മുറിയിൽ ചായ സൽക്കാരം കഴിഞ്ഞ് ശ്രീമതി ഗാന്ധി അവരോട് പറഞ്ഞു, പഞ്ചാബിനെ ഇന്ത്യയിൽ നിന്ന് കീറിമുറിക്കുവാൻ അനുവദിക്കുകയില്ല. എന്റെ ശരീരത്തിൽ ഒരു ഭാഗം കീറിമുറിക്കുന്ന പോലെയാണ് ഇന്ത്യ രാജ്യത്ത് നിന്ന് പഞ്ചാബിനെ കീറിമുറിക്കുമ്പോൾ എന്റെ ശരീരം എങ്ങനെ വേദനിക്കുന്നുവോ അതുപോലെ വേദനിക്കും. ഇന്ത്യയെ വിഭജിക്കുവാൻ സാധ്യമല്ല, നിങ്ങൾക്ക് തിരിച്ചു പോകാം. അവർ ആയുധം ശേഖരിച്ചു, സുവർണക്ഷേത്രത്തിൽ ആയുധം ശേഖരിച്ച് ആ ഒരു യുദ്ധം തയ്യാറെടുപ്പിന് നേതൃത്വം കൊടുത്തപ്പോൾ ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ നടപ്പിലാക്കിക്കൊണ്ട് ആയുധങ്ങൾ പിടിച്ചടക്കി പഞ്ചാബിനെ ഇന്ത്യയോട് ചേർത്ത് നിർത്തി. അടുത്ത ദിവസങ്ങളിൽ ഇന്റലിജൻസുകാർ വന്ന് പറഞ്ഞു, ശ്രീമതി ഗാന്ധി അല്ലയോ പ്രധാനമന്ത്രി, അങ്ങയുടെ പൊതുപരിപാടികൾ റദ്ദ് ചെയ്യണം, മാറ്റിവെക്കണം. ജനങ്ങളെ കാണുന്ന ജനസമ്പർക്ക പരിപാടികൾ മാറ്റിവെക്കണം. കോളനികളിലേക്ക് പോകരുത്, ആൾക്കൂട്ടത്തിനിടയിലേക്ക് പോകരുത്. അങ്ങയെ വധിക്കുന്നതിന് വേണ്ടി ആരൊരാൾ തയ്യാറെടുത്ത് കാത്തു നിൽക്കുന്നു, അതുകൊണ്ട് തന്നെ അങ്ങയുടെ പരിപാടികൾ മാറ്റിവെക്കണം. ശ്രീമതി ഗാന്ധി പറഞ്ഞു, എന്റെ മക്കൾ ഒരമ്മ മക്കളെ സംരക്ഷിക്കുന്ന പോലെ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം എന്റെ കടമയാണ്. അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടത്. കോളനിയിൽ പട്ടിണി കിടന്ന് മഴക്കാലത്ത് ഏറ്റവും പ്രയാസം അനുഭവിച്ച് ധാന്യങ്ങൾ കൊണ്ടുകൊടുക്കുവാൻ ഉദ്യോഗസ്ഥർ ചതുപ്പു നിലങ്ങളിലൂടെ നടന്നു പോകാൻ മടിച്ചിരുന്ന ഘട്ടങ്ങളിൽ ആനപ്പുറത്ത് കയറി ആ അമ്മമാരുടെ അരികിലേക്ക് ധാന്യങ്ങൾ കൊണ്ടുകൊടുത്ത പ്രധാനമന്ത്രിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. ആ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അമേരിക്കൻ കപ്പൽപ്പട അയൽ രാജ്യത്തെ യുദ്ധം നടക്കുമ്പോൾ, ഇന്ത്യയുമായി യുദ്ധം നടക്കുമ്പോൾ അയൽ രാജ്യത്തിനെ സഹായിക്കാൻ വന്നു. സഹായിക്കാൻ അമേരിക്കൻ കപ്പൽപ്പട പുറപ്പെട്ടപ്പോൾ ശ്രീമതി ഗാന്ധി അമേരിക്കൻ കപ്പൽപ്പടയോട് പറഞ്ഞ ഒരു വാചകമുണ്ട്, നിങ്ങൾ അവരെ സഹായിക്കാൻ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇന്ത്യയുടെ സമുദ്രാതിർത്തി ലംഘിച്ചാൽ തിരിച്ചു പോകാൻ കപ്പലും ഉണ്ടാവില്ല, കപ്പിത്താനും ഉണ്ടാവില്ല എന്നൊരു ഭരണാധികാരിക്ക് നട്ടെല്ല് ഉയർത്തിക്കൊണ്ട് പറയുവാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഒറീസയിലെ സമ്മേളനത്തിൽ അവർ ജനങ്ങളോട് സംവദിച്ചു, ഞാൻ വധിക്കപ്പെടുകയാണ് എങ്കിൽ ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനായിരിക്കും, ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിനായിരിക്കും എന്റെ സിരകളിലോടുന്ന രക്തമെന്ന് പറഞ്ഞ ശ്രീമതി ഇന്ദിരാഗാന്ധി തിരിച്ച് ഡൽഹിയിൽ വന്ന് തന്റെ കൊച്ചുമക്കളായ പ്രിയങ്ക ഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടുമൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. പ്രഭാത ഭക്ഷണം കഴിച്ച് തന്റെ വസതിയിൽ നിന്ന് ഓഫീസിലേക്ക് ഒരു പത്രമാധ്യമത്തിന് അഭിമുഖം കൊടുക്കാൻ പോവാൻ ഇറങ്ങിയപ്പോൾ തന്റെ കൂടെയുണ്ടായിരുന്ന അംഗരക്ഷകൻ എല്ലാ ദിവസവും മന്ദസ്മിതം തൂകി നിറകൂപ്പുകയുമായി കാത്തിരിക്കുന്ന അംഗരക്ഷകൻ പതിവിൽ നിന്ന് വ്യത്യാസമില്ലാതെ ശ്രീമതി ഗാന്ധി ആ അംഗരക്ഷകന് നിറകൂപ്പുകൈ കൊടുത്ത് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ കൊച്ചുമക്കളോട് മാധ്യമത്തിന് അഭിമുഖം കൊടുത്ത് തിരികെ വരാമെന്ന് പറയുന്ന മുത്തശ്ശിയെ യാത്രയാക്കി തിരികെ വസതിയിലേക്ക് കയറിയ ആ കൊച്ചുമക്കളോട് തിരികെ കൈവീശി അംഗരക്ഷകനോടൊപ്പം നടന്നു പോകുമ്പോൾ തന്റെ കൈകളിലുണ്ടായിരുന്ന പിസ്റ്റളിൽ വിരലമർത്തിക്കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചപ്പോൾ നഷ്ടപ്പെട്ട പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുത്ത പ്രധാനമന്ത്രി എവിടെയെന്ന് ചോദിച്ചാൽ, ആരുടേതെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസിനും മതേതരത്വത്തിനും വേണ്ടി
ജീവൻ കൊടുത്ത പ്രധാനമന്ത്രിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. അവിടം കൊണ്ടും തീർന്നില്ല. മാതാവ് മരിച്ച് നിമിഷങ്ങൾക്കകം അർദ്ധരാത്രിയിലൂടെ റേഡിയോയിലൂടെ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. ഈ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ആ വാർത്ത അടുത്ത വീട്ടിലെയോ ഏതെങ്കിലും ഗ്രന്ഥശാലയിലെ വാർത്താ മാധ്യമങ്ങളിലൂടെ ആ വാർത്ത കേട്ടവർ ഇവിടെ ഇരിപ്പുണ്ട്. പൈലറ്റാകാൻ ആകാശത്തിലൂടെ മിന്നിമറയുന്ന എയ്റോപ്ലെയിൻ ഓടിക്കുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ടായിരുന്ന മകൻ ശ്രീമതി ഇന്ദിരാഗാന്ധി വെടിയേറ്റു വീണ നിമിഷം അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു രാജീവ് ഗാന്ധി. അദ്ദേഹം ജനങ്ങളോടായി ആകാശവാണിയിലൂടെ പറഞ്ഞു, ദുഃഖമുണ്ട്, ദുഃഖിച്ചിരിക്കേണ്ട സാഹചര്യമല്ല, നമുക്കൊരുമിച്ച് 21ാം നൂറ്റാണ്ടിനെ പടുത്തുയർത്താമെന്ന് പറഞ്ഞ രാജീവ് ഗാന്ധി. നിങ്ങൾ ആലോചിക്കണം, എന്റെയും വീട്ടിലെ നിങ്ങളുടെയും വീട്ടിലെ കുട്ടികൾ ഇന്ന് പഠിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി തന്റെ അമ്മ നടപ്പിലാക്കി തന്റെ മുത്തച്ഛൻ സ്വപ്നം കണ്ടിരുന്ന പഞ്ചവത്സര പദ്ധതികൾ അത് നടപ്പിലാക്കുവാൻ മുത്തശ്ശി ശ്രീമതി ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ കാർഷിക വിപ്ലവം, ഹരിത വിപ്ലവം ഉൾപ്പെടെ ബാങ്കുകളുടെ ദേശസാൽക്കരണം ഉൾപ്പെടെ മഹാത്മാഗാന്ധി പറഞ്ഞ വാചകം പോലെ ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ്. ആ ഗ്രാമീണരെ തിരികെ കൊണ്ടുവരാൻ, ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടുണർത്തുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സ്വപ്നം കണ്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ യുവതുർക്കി രാജീവ് ഗാന്ധി. വിദേശ രാജ്യങ്ങളിൽ IT യുഗത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്റെ രാജ്യത്തും IT വിപ്ലവം നടപ്പിലാക്കണം, 21ാം നൂറ്റാണ്ടിൽ എന്റെയും നിങ്ങളുടെയും വിരൽ തുമ്പിൽ IT ലോകമുണ്ടാകണമെന്ന് സ്വപ്നം കണ്ടത് നടപ്പിലാക്കിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. 18ാം വയസ്സിൽ ഒരു കുട്ടിക്ക് താൻ ആരെ തെരഞ്ഞെടുക്കണം, താൻ ഏത് വഴിയെ സഞ്ചരിക്കണം, തെറ്റും ശരിയും തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു കുട്ടിക്ക് 18ാം വയസ്സിൽ വോട്ടവകാശം സാധ്യമാക്കണമെന്ന് സ്വപ്നം കണ്ട് നടപ്പിലാക്കിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഇടക്കാലത്തെ ഒരു തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിന് തമിഴ്നാട്ടിലെ ആർക്കോണത്ത് മൈതാനത്ത് തമിഴ്നാടിന്റെ വെടിക്കെട്ടുകളോടുകൂടി കരഘോഷങ്ങളോടുകൂടി ആ മൈതാനത്തിലേക്ക് വരാൻ കാത്തിരിക്കുമ്പോൾ അന്തരീക്ഷം അനുകൂലമല്ല, അങ്ങേക്ക് യാത്ര ചെയ്യുവാൻ കഴിയില്ല എന്ന് ഇന്റലിജൻസുകാർ ഡൽഹിയിൽ നിന്ന് പറഞ്ഞപ്പോൾ പ്രിയപത്നിയായ സോണിയാഗാന്ധിയോട് പറഞ്ഞു, എന്നെ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് എന്റെ കുടുംബാംഗങ്ങളെ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലെ ആർക്കോണത്ത് മൈതാനത്ത് തനിക്ക് കണ്ടേ തീരൂ എന്ന് പറഞ്ഞ് കാത്തിരുന്ന ഫോണിലൂടെ ശ്രീ സോണിയാഗാന്ധിയോട് ഞാൻ അവരെ കണ്ടിട്ടേ തിരിച്ചു വരൂ എന്ന് പറഞ്ഞു പോയ രാജീവ് ഗാന്ധി അന്തരീക്ഷം അനുകൂലമായപ്പോൾ യാത്ര തിരിച്ചു. തമിഴ്നാട്ടിലെ ആർക്കോണത്ത് മൈതാനത്തേക്ക് കടന്നു വന്നപ്പോൾ വെടിക്കെട്ടുകളോടും കരഘോഷങ്ങളോടുകൂടി രാജീവ് ഗാന്ധിയെ ആ മൈതാനത്തേക്ക് സ്വീകരിച്ചാനൊഴിക്കുന്നു. മൈതാനത്തിന്റെ ഇരുവശത്തും ബാരിക്കേഡ് കൊണ്ട് കെട്ടിയ മുളയുടെ അരികിലേക്ക് രാജീവ് ഗാന്ധി നടന്നു വരുമ്പോൾ പറ്റിയാൽ രാജീവ് ഗാന്ധി നീട്ടിപ്പിടിക്കുന്ന കൈകളിൽ, വിരലുകളിൽ ഒരു സ്പർശനമെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന വന്ധ്യവയോജനങ്ങൾ, ഇന്ത്യയുടെ യുവതുർക്കിക്ക് പറ്റിയാൽ നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കുവാൻ കാത്തിരുന്ന മുത്തശ്ശിമാർ, അമ്മൂമ്മമാർ, കൊച്ചു കുഞ്ഞുങ്ങൾ. ഈ രാജ്യത്ത് IT വിപ്ലവവും ദേശീയ വിദ്യാഭ്യാസവും 18ാം വയസ്സിൽ വോട്ടവകാശവും സാധ്യമാക്കുന്നതിന് നേതൃത്വം കൊടുത്ത രാജീവ് ഗാന്ധി ഒരു നോക്ക് കാണാൻ കാത്തിരുന്ന ആൾക്കൂട്ടത്തിനരികിലേക്ക് രാജീവ് ഗാന്ധി കരഘോഷങ്ങളോട് കൂടി നടന്നു വരുന്നു. ബാരിക്കേഡ് പൊട്ടി തകരുമെന്നുള്ള രീതിയിൽ ആളുകൾ ആർത്തുല്ലസിച്ച് ആർപ്പുവിളികളോടുകൂടി രാജീവ് ഗാന്ധിയുടെ അരികിലേക്ക് എത്തുവാൻ കാത്തു നിൽക്കുന്ന സമയം വിരിച്ചിട്ട കാർപ്പറ്റിലൂടെ ആ യുവതുർക്കി നടന്നു വരുന്നു. വനിതകളുടെ ഇടയിൽ നിന്നൊരു പെൺകുട്ടി എഴുന്നേൽക്കുന്നു. വെളുത്തുമെലിഞ്ഞ ഒരു പെൺകുട്ടി, കയ്യിൽ ചന്ദനമാലയുമായി എഴുന്നേറ്റ തനുവിനോട് വനിതാ പോലീസ് ഇരിക്കാൻ ആവശ്യപ്പെടുന്നു.
അവൾ ഇരിക്കുന്നില്ല, തർക്കിക്കുന്നു. വനിതാ പോലീസുമായി തർക്കിക്കുന്നത് കണ്ടുകൊണ്ട് നടന്നു വന്ന രാജീവ് ഗാന്ധി പറഞ്ഞു, എന്തിനാണ് തർക്കിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വനിതാ പോലീസ് പറഞ്ഞു, അവരുടെ പേര് ഹാരമണിയിക്കുന്നവരുടെ ലിസ്റ്റിലില്ല. രാജീവ് ഗാന്ധി പറഞ്ഞു, അവരും ഹാരമണിയിക്കട്ടെ, അവരും എന്റെ സഹോദരിയാണ്. ഇരുവശങ്ങളിലുള്ള ആളുകൾക്ക് കൈവിരലുകളിൽ സ്പർശനം കൊടുത്തുകൊണ്ട് നടന്നു വന്ന രാജീവ് ഗാന്ധി ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ചന്ദനമാല സ്വീകരിച്ച് മാലയൂരി തൊട്ടടുത്ത കോൺഗ്രസ് പ്രവർത്തകന്റെ കൈകളിൽ കൊടുത്ത് ഒരു മന്ദസ്മിതം തൂകി. തന്റെ മാതാവ് സെക്യൂരിറ്റിക്കാരന് അവസാനമായി കൊടുത്ത മന്ദസ്മിതം പോലെ നിറകുപ്പുകൈയോടുകൂടി ഒരു മന്ദസ്മിതം തൂകിക്കൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ വെളുത്തുമെലിഞ്ഞ തനു എന്ന് പറയുന്ന പെൺകുട്ടി കുമ്പിട്ടു. രാജീവ് ഗാന്ധിയുടെ പാദം തൊട്ട് വന്ദിക്കുന്ന വ്യാജേനെ കുമ്പിട്ട സമയം മരയിൽ സൂക്ഷിച്ച ബെൽറ്റ് ബോംബിനകത്ത് വിരലമർത്തിയപ്പോൾ തനുവിന്റെ നടുഭാഗം ചിന്നിച്ചിതറി ഇരുവശത്തേക്കും തെറിച്ചു പോയപ്പോൾ ഈ രാജ്യത്തിന്റെ IT യുഗം സ്വപ്നം കണ്ടത് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് 18-ാം വയസ്സിൽ വോട്ടവകാശം സാധ്യമാക്കിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ശരീരഭാഗങ്ങൾ ഛിന്ന ഭിന്നമായി പോയി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത പ്രസ്ഥാനം ഏതുണ്ടെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയുടെ പാർട്ടിയല്ല, പിണറായി വിജയന്റെ പാർട്ടിയല്ല. ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കുവാൻ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം ഏതുണ്ടെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും നെഞ്ചേറ്റി പിടിക്കുന്ന, മൂവർണ്ണക്കൊടി നെഞ്ചേറ്റുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ? അച്ഛൻ പിറ്റേ ദിവസം വരുമെന്ന് കാത്തിരിക്കുന്ന മക്കളുടെ അരികിലേക്ക്, രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അരികിലേക്ക് ശരീരഭാഗങ്ങൾ ഒരു തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുചെന്നപ്പോൾ സ്വന്തം അച്ഛന്റെ നെറ്റിയിൽ അന്ത്യചുംബനം നൽകുവാൻ കഴിയാതെ പോയ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് തെരുവുകളിലൂടെ ജനങ്ങൾക്ക് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി പടപൊരുതുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ഈ രാജ്യത്തെ ഓരോ പൗരനും വേണ്ടിയാണ്. അത് കോൺഗ്രസിന് വേണ്ടി മാത്രമല്ല. കോൺഗ്രസിനെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനോടും ഒന്നേ പറയുവാനുള്ളൂ, നിങ്ങളും ഈ രാജ്യത്ത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഏതൊരു സംഘടനയ്ക്കും പ്രകടനം നടത്തുവാനും പൊതുയോഗം നടത്തുവാനും സംഘടനാ പ്രവർത്തനം നടത്തുവാനുമുള്ള ഇന്ത്യയുടെ ഭരണഘടനയ്ക്കകത്ത് എഴുതിയ പ്രസ്ഥാനം ഏതുണ്ടെന്ന് ചോദിച്ചാൽ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ അതെഴുതി തയ്യാറാക്കിയത് കോൺഗ്രസ് ആണ് എങ്കിൽ ഈ ഭരണഘടന സംരക്ഷിക്കുവാൻ, മതേതരത്വം കാത്തുസൂക്ഷിക്കുവാൻ തെരുവുകളിൽ ഇറങ്ങുവാനും കോൺഗ്രസേ ഉണ്ടാവുകയുള്ളൂ. ആ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി പോരാട്ടങ്ങളിലൂടെ നടക്കുകയാണ്, സംവദിക്കുകയാണ്, ആളുകളുമായി കാണുകയാണ്, അവന്റെ വിഷമങ്ങൾ മനസ്സിലാക്കുകയാണ്. രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന് കാശ്മീരിൽ സമാപനത്തിലെ പ്രസംഗത്തിൽ വേദിയിൽ നിൽക്കുമ്പോൾ മഞ്ഞു വീണ് കാലിന്റെ പാദം ഉൾപ്പെടെ മഞ്ഞിനകത്ത് നിന്നുകൊണ്ട് ആ മനുഷ്യൻ സംസാരിക്കുമ്പോൾ തെല്ലും ഭയമില്ലാതെ, ഒരാശങ്കയുമില്ലാതെ ജനങ്ങളോട് സംവദിക്കുമ്പോൾ അദ്ദേഹത്തിന് കൈമുതലായിട്ടുള്ളത് മതേതരത്വവും ജനാധിപത്യവും ഈ രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യ സ്നേഹികളുടെ കരുത്തുകൂടിയാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടവരാണ് നമ്മൾ. നിങ്ങൾ കരുതുന്നുണ്ടാകാം, എന്നെ കേൾക്കുന്നവർ വ്യത്യസ്തമായിരിക്കുന്ന ആശയങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്ന കൊടി പിടിക്കുന്നവരാകാം. നിങ്ങളോടും പറയുവാനുള്ളത്, ഈ രാജ്യത്ത് നാളെ കേരളത്തിൽ മാത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിൽ മാത്രമായി അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തിന് വേണ്ട എന്ന് നിയമസഭയ്ക്കകത്തേക്ക് നരേന്ദ്രമോദിയും കൂട്ടാളികളും കൊണ്ടുവന്നാൽ
അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടി ഈ രാജ്യത്ത് വേണമെന്ന് പറയുവാൻ എഴുന്നേറ്റ് നിൽക്കുവാൻ നട്ടലുള്ള ചങ്കുറപ്പുള്ള ഒരു നേതാവ് ആരുണ്ടാകുമെന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ട, അത് രാഹുൽ ഗാന്ധി ആയിരിക്കും എന്നുള്ളതും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ചിലപ്പം ഒരു പക്ഷേ വർഗീയ ശക്തികളോട് കൂട്ടുപിടിച്ച് നിങ്ങളും പറയും കോൺഗ്രസ് മുക്ത ഭാരതമാകണമെന്ന്. നിങ്ങളും പറയും കിട്ടുന്ന സമയങ്ങളിലെല്ലാം കോൺഗ്രസിനെ എങ്ങനെ ചവിട്ടാം, അല്ലെങ്കിൽ UDFനെ എങ്ങനെ ചവിട്ടാം, എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്ന് പടയൊരുക്കുന്ന ആസൂത്രണം നടത്തുന്നവരോടൊപ്പം കൂടി നിന്നുകൊണ്ട് നിങ്ങളും പടയൊരുക്കം നടത്തും. പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത് കോൺഗ്രസ് ആണ് എങ്കിൽ, ഈ രാജ്യത്തിന്റെ ഭരണഘടന എഴുതിയത് കോൺഗ്രസ് ആണ് എങ്കിൽ, നാളെ വരാൻ പോകുന്ന കാലഘട്ടം അത് കോൺഗ്രസിന്റേതാണ്, അത് രാഹുൽ ഗാന്ധിയോടൊപ്പമുള്ളതാണ് എന്നുള്ളത് അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അതിൽ പ്രിയങ്കരിയായിരിക്കുന്ന നസിയ മർസൂഖ് മത്സരിക്കുമ്പോൾ നിങ്ങൾക്കരികിലേക്ക് അവർ വന്ന് വോട്ട് ചോദിക്കുന്നു മതേതരത്വത്തിനു വേണ്ടി, ഈ രാജ്യത്തിലെ ഈ നാട്ടിലെ സാധാരണക്കാരനു വേണ്ടി. തനിക്ക് ഇടപെടാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും ഏതറ്റം വരെ പോയും അത് നേടിയെടുക്കുവാൻ കെൽപ്പുള്ള കോൺഗ്രസ് കുടുംബത്തിലെ ഒരു അംഗം, മുൻകാല KSU പ്രവർത്തക, യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ അനുഭാവിയായിരിക്കുന്ന മുതിർന്ന പൂർവികരുള്ള ആ തറവാട്ടിലെ നസിയ നമ്മളുടെ പ്രദേശങ്ങളിൽ മത്സരിക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അത് കൈപ്പത്തി അടയാളത്തിനുള്ളതാകണം. സാബുച്ചേട്ട ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. സാബുച്ചേട്ടനേക്കാൾ വീട് കയറി സ്ക്വാഡ് കയറി വോട്ട് പിടിക്കാൻ കഴിയുന്നത് മണ്ഡലം പ്രസിഡന്റ് ചേട്ടാ, നിങ്ങളെക്കാൾ നന്നായി വോട്ട് പിടിക്കാൻ കഴിയുന്നത് ചേച്ചിമാർക്കാണ്, സ്ത്രീകൾക്കാണ്, വനിതകൾക്കാണ്. സംശയമുണ്ടോ? നിങ്ങൾക്ക് വീട്ടിന്റെ ഉമ്മറത്ത് വരെ പോകാൻ പറ്റൂ. ഞങ്ങൾക്ക് അടുക്കളയിൽ ചെല്ലാം, അരിക്കലത്തിൽ അടുപ്പിനകത്ത് നിൽക്കുന്ന ഉമ്മയുടെ കൈ പിടിച്ച് വോട്ട് ചോദിക്കാം, അലക്ക് കല്ലിനടുത്ത് പോയി വോട്ട് ചോദിക്കാം, പശുവിന് പാടത്ത് പുല്ലരിഞ്ഞു കൊണ്ടുവരാൻ കാത്തിരിക്കുന്ന അമ്മയുടെ അരികിൽ പോയി വോട്ട് ചോദിക്കാം. അത് ചോദിക്കുവാൻ വീടുകൾ തോറും സ്ക്വാഡ് കയറാൻ തയ്യാറായിക്കൊണ്ട് കാത്തിരിക്കുന്ന വനിതാ സ്ക്വാഡിനെ മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ, നിങ്ങൾ നേടിയെടുക്കുന്നതിനേക്കാൾ ഒരു പടി മുൻപേ ഒരു വോട്ട് കൂടി കൂടുതൽ മേടിക്കുവാൻ വനിതാ സ്ക്വാഡിന് സാധിക്കുമെന്ന് തെളിയിച്ച ആളുകളാണ് ഈ കഴിഞ്ഞ പാർലമെന്റിൽ. ആ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കണം. വേണ്ടേ? അത് കഴിഞ്ഞ് ഇതേ പ്രദേശങ്ങളിൽ തന്നെ വെച്ച് വിജയം കൈവരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധിയായി നസിയത്ത കടന്നു വരുമ്പോൾ സാബുച്ചേട്ടന്റെ പോക്കറ്റിലെ കാശ് കൊണ്ട് ഒരു ബിരിയാണി വെച്ച് വേണം നമുക്ക് ആഘോഷം ഇവിടെ ആഘോഷിക്കാൻ. ഇഷ്ടം പോലെ പൈസയുണ്ട്, ഒന്നും കാര്യമില്ല. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇപ്പം കൂടി നോക്കി, പോക്കറ്റ് നിറയെ പൈസയുണ്ട്. വേണ്ടേ? വേണ്ടേ? ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പോലിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ, കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. ഈ പാട്ട് ഞാൻ പാടിയപ്പോ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ പറഞ്ഞു ഒരു കൈതോല കൈതോല കൈതോല. ഞാനും വിചാരിച്ചു എന്റെ പറച്ചോനെ, എന്റെ തമ്പുരാനെ, ഇവരെന്താ എന്നിങ്ങനെ കുറ്റം പറയുന്നത്. പക്ഷെ ഞാൻ വീണ്ടും ചെല്ലുമ്പോ അമ്മമാര് പറയും കൈതോല പാടൂ, കൈതോലപ്പായ. കുറെ ദിവസം കഴിഞ്ഞപ്പോഴല്ലേ ഇതെന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നതെന്ന് മനസ്സിലായത്. കൈതോലപ്പായക്കകത്താണ് പൈസ കടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാനിത് പാടുമ്പോൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഞെങ്ങാനും കൈതോല ചോദിച്ച് ആരെങ്കിലും നേരത്തെ വരുമോന്നുണ്ടായിരുന്നു. ഇപ്പൊ അതും മനസ്സിലായി.
താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറിൻ പോര പറിച്ചാട്ടെ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറിൻ പോര പറിച്ചാട്ടെ. തക തക താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പാട്ട് പാടുന്ന എന്നെ കുറ്റം പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് നിങ്ങളിപ്പോ 4 കുറ്റം പറഞ്ഞാലും ഞാൻ എന്റെ പാട്ടൊന്നും നിർത്താൻ പോകുന്നില്ല എന്നുള്ളതും കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. വേണമെങ്കിൽ ഞങ്ങൾക്കും കൂടി വേണമെങ്കിൽ ഒരു പാട്ട് പാടിത്തരും. പൊന്നരിവാളമ്പിളിയില് കണ്ണറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലില് വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളമ്പിളിയില് കണ്ണറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലില് വാടി നിൽക്കുന്നോളെ. അല്ലേ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ടാവും, എന്നെ സ്വന്തം ആൾക്കാരാണ്, നിങ്ങൾ നോക്കൊന്നും വേണ്ട. ആലത്തൂരിലെ കിട്ടിയ വോട്ടുകളിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. കാരണം വരുമ്പോ അമ്മമാര് പറഞ്ഞ പാട്ടുകളൊക്കെ ആയും തോന്നുന്നു. കൂടുതൽ ഞാൻ സംസാരിച്ചിരുന്ന പാലക്കാട് ഒരു യോഗമുണ്ട്. അത് വൈകിയാൽ അവിടെയുള്ള അമ്മമാര് പിണങ്ങും. അപ്പൊ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സാബു ചേട്ടാ, ഈ ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രിയങ്കരിയായ ഉജ്ജ്വലമായിരിക്കുന്ന പോരാട്ടങ്ങൾക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പടപൊരുതുന്ന പോരാട്ടം നടത്തുന്ന നമ്മളിൽ ഒരാളായി മാറിയ, വിളിച്ചാൽ വിളിപ്പുറത്തോടിയെത്തുവാൻ സാധിക്കുന്ന പാരമ്പര്യമുള്ള ഏറ്റവും പ്രിയങ്കരിയായ നസിയ മർസൂഖിനെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ കൈപ്പത്തിയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും കൂടെ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ചേച്ചി, 2 ചേച്ചിമാരെ മുകളിൽ ഞാൻ കാണുന്നുണ്ട്. വന്ന ചായയൊക്കെ എനിക്ക് തരുമെന്ന് എനിക്കറിയാം. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ കേറുന്നില്ല. ഞാൻ വരും. വീണ്ടും വിജയിച്ച നസിയത്തായുടെ ഉജ്ജ്വലമായ സ്വീകരണം കൊടുക്കുമ്പോൾ വരുമ്പോ ചായ എടുത്തു വെക്കണം. അതും കട്ടൻ ചായയും പരിപ്പോടെ എടുത്തു വെക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച്.